രാവിലെ എണീറ്റ് വന്ന് കതക് തുറന്ന് നോക്കിയപ്പോൾ നല്ല മഴയെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല, അത്രയ്ക്ക് മഴ. നിർത്താതെയുള്ള മഴയായിരുന്നു ഇന്നലെ രാത്രി മുഴുവൻ. കുറേ നേരം കുളത്തിലോട്ട് നോക്കി നിന്നു. പിന്നെ പ്രകൃതിയുടെ ആ ഒരു ഭംഗിയൊക്കെ കാണാൻ നല്ല രസമല്ലേ, അപ്പോൾ ഞാനും അതിനോട് ചേർന്ന് നിന്നു. പിന്നെ ആ കുളിർമ കൊണ്ട് നേരെ അടുക്കളയിൽ പോയി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ ലഞ്ച് പ്രിപ്പറേഷനായിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നൊരു ലഞ്ച് പ്രിപ്പറേഷൻ വ്ളോഗാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. വേറെ ഒന്നുമില്ല, ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു കാൽക്കുലേഷനൊന്നുമില്ല ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്നതിന്. കുളിക്കിയതാ, ഓക്കെ, സോറി. അപ്പോൾ ചിലപ്പോൾ ഞാൻ മെത്തേഡ് പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കും. അതായത് എനിക്ക് തന്നെ ഒരു വിഷ്വലൈസ് കാണും എന്തായിരിക്കണം ഇന്നത്തെ ലഞ്ച് എന്നൊക്കെ കാണും. പക്ഷേ ചില ദിവസങ്ങൾ ഫുൾ ഔട്ട് ഓഫ് കൺട്രോളാണ് എൻ്റെ മൈൻഡ്. അപ്പോൾ കയ്യിൽ കിട്ടുന്നത് നോക്കിയിട്ടായിരിക്കും ഞാൻ ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ കടലയാണ് കണ്ണിൽ കിട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു പ്രോട്ടീനല്ലേ, അപ്പോൾ പ്രോട്ടീൻ കണ്ടൻ്റ് ആയതുകൊണ്ട് അത് ഒന്ന് തോരനാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കടല തോരനുണ്ടാക്കി. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും ഫ്രിഡ്ജ് പരതി നോക്കി വേറെ എന്തുണ്ട് എന്ന് ചെയ്യാൻ നോക്കിയപ്പോൾ തലേന്ന് മേടിച്ച കുമ്പളുണ്ടായിരുന്നു. അപ്പോൾ ആ കുമ്പളം ഇനി വെച്ചിരുന്നാൽ ചീത്തയാവും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അതും കൂടി ഒന്ന് എടുത്തിട്ട് എന്തെങ്കിലും ഒരു റെസിപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കുമ്പള് ഈ കടയിൽ നിന്ന് മേടിക്കുന്നത് വലിയ പ്രിപ്പറേഷൻ ചെയ്യാനൊന്നും എനിക്കറിയത്തില്ല. അതായത് ഇതിൻ്റെ നല്ല ഒരു രീതിയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ, അതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ എൻ്റേതായ രീതിക്കാണ് ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ചെയ്യുന്നത്. പക്ഷെ ഞാൻ കുറേ നേരം ഈ കുമ്പളമൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ മഞ്ഞ വെള്ളത്തിൽ ചൂടുവെള്ളത്തിലിട്ടങ്ങ് വെക്കും. പിന്നെ ഒരു 4-5 പ്രാവശ്യം കഴുകിയിട്ടൊക്കെയാണ് ഇത് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് നമ്മൾ ഇങ്ങനെ കുമ്പള് മേടിക്കുമ്പോൾ ഉണ്ടല്ലോ, കുമ്പള് മേടിക്കാറില്ല, ഇതുപോലെ നല്ല മഴ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ നല്ല തെളിർന്നായിട്ടുള്ള കുമ്പളുകൾ പൊടിച്ച് നിൽക്കും. അതെല്ലാം കൂടി പറിച്ചെടുത്ത് ഞാനും എൻ്റെ ചേച്ചിയും ഞങ്ങൾ രണ്ടും കൂടി പറിച്ചെടുത്തിട്ട് അമ്മയുടെ കൈ കൊണ്ട് കൊടുക്കുമ്പോൾ അമ്മ അത് വഴറ്റി തരുമായിരുന്നു. പക്ഷേ എന്താണെന്ന് അറിയത്തില്ല, ഇപ്പോൾ കുറേ കാലമായിട്ട് നമ്മുടെ മണ്ണിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റിയൊക്കെ നഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇപ്പം അങ്ങനത്തെ കുമ്പളൊന്നും ഞാൻ കാണാറില്ല. അങ്ങനെ ഇതുപോലെ പോയി പറിച്ചെടുത്ത കുമ്പള് കഴിച്ച് ഫുഡ് പോയ്സൺ വന്നിട്ടുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ. അതിനുശേഷം എനിക്ക് കുമ്പളൊക്കെ കഴിക്കാൻ പിന്നെ ഭയങ്കര ടെൻഷനായിരുന്നു, ഇങ്ങനെ എന്തെങ്കിലും വരുമോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഈ കുമ്പളക്ക് അങ്ങനെ കഴിച്ചെനിക്ക് ഇതുവരെയായിട്ടും വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. നല്ല കുമ്പളാണ്. പക്ഷെ അത് വെക്കേണ്ട രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റായിരിക്കും. ഭയങ്കര പോഷക സമൃദ്ധമായിട്ടുള്ളൊരു ഫുഡ് കൂടിയാണ് കുമ്പളെന്നൊക്കെ പറയുന്നത്. അപ്പം ഞാനിന്ന് അതൊക്കെ കഴുകി വൃത്തിയാക്കി 4ആയിട്ട് അതിനെ കട്ട് ചെയ്ത് ഇച്ചിരി വഴറ്റി വെള്ളത്തിലിട്ട് വേവിച്ച് ഇച്ചിരി കുരുമുളകൊക്കെ കൂട്ടി ആണ് ഞാൻ ഇന്ന് മെഴുക്ക് പുരട്ടിയത്. അത് മെഴുക്കെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഓയിൽ വളരെ കുറച്ചിട്ട് പിന്നെ ഞാൻ 2 മുട്ട എടുത്ത് അതിനെ തോരൻ അതിൽ മിക്സ് ചെയ്ത് അതും കൂടി ആയപ്പോൾ നല്ല ഫ്ലേവറായിരുന്നു കേട്ടോ. ഇച്ചിരി മസാലപ്പൊടിയൊക്കെ ഇട്ടായിരുന്നു ഞാൻ ഇതിന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കുമ്പള് തോരൻ വെച്ചു. ജൂൺ മാസമല്ലേ, എപ്പോഴും മഴയാണ് അല്ലേ. ഇനിയിപ്പോൾ അങ്ങോട്ട് എന്നും മഴയാണ്. നമ്മൾ പ്രതീക്ഷിക്കാതെയൊക്കെ ഇരിക്കുമ്പോഴായിരിക്കും മഴയൊക്കെ വരുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ മിച്ചം വന്ന കുറച്ച് പാവയ്ക്കയുടെ മെഴുക്ക് പുരട്ടി ഉണ്ടായിരുന്നു. പാവയ്ക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എത്ര കയ്പ്പാണെങ്കിലും അത് ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ഇത് കയ്പ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിനെ താളിച്ച് ഇടുന്ന സമയത്ത് തന്നെ ഈ പാവയ്ക്ക അതിലോട്ട് നമ്മൾ ഇടുമല്ലോ, ഇടുമ്പോൾ കുറച്ച് തൈര് കൂടി അതിൽ ആഡ് ചെയ്ത് നിങ്ങളൊന്ന് വറുത്ത് നോക്കൂ. ഭയങ്കര ടേസ്റ്റായിരിക്കും, ഭയങ്കര ക്രിസ്പി ആയിരിക്കും. ഒരുപാട് ക്രിസ്പി വേണ്ടവർക്ക് കുറച്ച് നേരം അതൊന്ന് വഴറ്റി എടുക്കേണ്ടി വരും. അല്ലാതെ നമ്മൾ പച്ച നനവോട് കൂടിയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര വേണ്ടി വരത്തില്ല. എന്നാലും കയ്പ്പ് വളരെയധികം കുറവായിരിക്കും നമ്മളങ്ങനെ കഴിക്കുമ്പോൾ. അതിന് ശേഷം പിന്നെ ചോറ് വെച്ചിറക്കി. പിന്നെ ഇന്നലത്തെ കുറച്ച് മീൻകറി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ എൻ്റെ ലഞ്ചിലെ വിഭവങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് ഈ ഒരു ചൂട് ചോറും കുമിള് മെഴുക്ക് പുരട്ടിയും നമ്മുടെ പാവയ്ക്കയും മീൻകറിയും നല്ല തിളച്ച് ചൂടാക്കിയിട്ടാണ് ഇതൊക്കെ കഴിക്കാൻ. സത്യം പറഞ്ഞാൽ ആസ്വദിച്ച് കഴിക്കണം. നമ്മൾ എന്താഹാരവും ആസ്വദിച്ച് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നമ്മളറിയുക. ചിലർ ചോറെടുത്ത് വിഴുങ്ങും. അപ്പോൾ അത് നമുക്ക് അതിനെ ആസ്വദിച്ച് കഴിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല.
ആസ്വദിച്ച് കഴിക്കുമ്പോൾ കുറച്ച് സമയമെടുത്ത് നമ്മളതൊക്കെ നോക്കി. എനിക്കാണെങ്കിൽ കുറച്ച് നേരം ടി വിയൊക്കെ ഇട്ട് ഞാൻ കുറേ നേരം അതിൻ്റെ കോമഡി പരിപാടിയൊക്കെ കണ്ട് അതൊക്കെയാണ് എനിക്കിഷ്ടം. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഡേയുടെ ഒരു പകുതി ചിലവഴിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് പ്രിപ്പറേഷൻ ഇത്രയൊക്കെ ഉള്ളൂ. ചോറ് വെച്ച ഉടൻ തന്നെ എനിക്ക് കഴിക്കണമെന്നുള്ളത് എനിക്ക് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഈ ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒരു സമയത്ത് തന്നെ ഓടിപ്പോയി ടി വിയൊക്കെ ഇട്ടു. ഞാൻ എൻ്റെ ചാനലൊക്കെ സെറ്റ് ചെയ്ത് ഇന്ന് ഞാൻ ജിയോ ഹോട്ട്സ്റ്റാറിൽ ഒരു ഫിലിം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് നോക്കാൻ വേണ്ടിയിട്ട് എല്ലാം പ്രിപ്പയർ ചെയ്ത് എൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഈ ഒരു വ്ളോഗിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയതിന് ശേഷം ഞാൻ വീണ്ടും പുറത്ത് പോയി മഴയൊക്കെ വന്ന് കണ്ട് ഒരു മനസ്സിനൊരു കുളിർമയൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ എൻ്റെ ലഞ്ച് കഴിക്കാനായിട്ട് ഞാൻ വന്നിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. വീണ്ടും അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. ഇറ്റ്സ് ബൈ ഫ്രം സരിത. ടേക്ക് കെയർ.